ഹലോ, നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീയാണ്. ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളെന്ന് കാണിക്കാമെന്നും കൂടെ വിചാരിച്ചു. ഓക്കെ, അതിന് മുന്നേ ഞാൻ പറയുകയാണ്, മൈക്ക് മേടിച്ചിട്ടില്ല കൈസ്, പൈസ ആയിട്ടില്ല. നമ്മൾ ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള ഒരു മൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ക്വാളിറ്റി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറേ പേർക്ക് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നു, ഭയങ്കര ചോർച്ചിലും ഇറിറ്റേഷനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഞാൻ അവരുടെ നിർബന്ധിച്ച് കാണണം എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാത്തവർക്ക് ഈ വീഡിയോ കണ്ടന്റ് കാണണം എന്ന ആഗ്രഹമുള്ളവർക്ക് യു ആർ വെൽക്കം. ബാക്കി കാണാം. ആദ്യം രാവിലെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ്, ഇപ്പോൾ സമയം വൈകുന്നേരം ആവാറായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഹാർഷായിട്ടുള്ള ഫേസ് വാഷ് ഇടാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഡെർമാക്കോൻ്റെ നയാസിനമൈഡ് ജെൻറ്റിൽ ക്ലെൻസറാണ്. സംഭവം നല്ലതാണ്, 200 സംതിങ് രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അടിപൊളിയാണ്. അത് കഴിഞ്ഞ ശേഷം ഇത് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഔട്ട്ഷൈൻ എന്ന് പറഞ്ഞ സിറമാണ്. ആൽഫ അർബുട്ടിൻ, നയാസിനമൈഡ്, ഗ്ലൂട്ടാത്തയോൺ, വിറ്റമിൻ സി ഒക്കെ ഉള്ള സിറമാണ്. ബിഗിനേഴ്സ് ഫ്രണ്ട്ലിയാണ്, ട്രൈ ചെയ്ത് നോക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സിറം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഏതോ ഒരു ഫേസ് മിസ്റ്റ് അടിക്കുന്നുണ്ട്, ബ്രാൻഡ് ഞാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഇത് ബയോക്കൂളിൻ്റെ ഒരു ഹൈലറോണിക് ആസിഡ് സിറമാണ്. ഈ സംഭവം നല്ലതാണ്. എന്ന് വെച്ചാൽ ഹൈലറോണിക് ആസിഡ് സിറം നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് ഇച്ചിരി ഗ്ലോ ആയിട്ട് പ്ലംബായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ത്രൂ ഔട്ട് ദ ഡേ ഭയങ്കര അടിപൊളിയായിരിക്കും. അത് ചെറിയൊരു നനവുള്ള സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫേസ് മിസ്റ്റ് അടിച്ചത്. പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ ഡ്രൈസറമൈഡ് മോയ്സ്ചറൈസറാണ് ഫേസ് ഷോപ്പിൻ്റെ. ഒരു ഓയിലി സ്കിന്നിന് പറ്റില്ല, കോമ്പിനേഷൻ നോർമൽ ഡ്രൈ സ്കിന്നൊക്കെ നല്ലതാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സൺസ്ക്രീൻ. ഞാനിപ്പോൾ കറൻ്റ് ഉപയോഗിക്കുന്ന ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ സി സൺസ്ക്രീനാണ്. എനിക്ക് അത്യാവശ്യം ഈ സാധനം ഇഷ്ടം. കാരണം ഫേസ് ഇച്ചിരി ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും ബ്രൈറ്റ് ആക്കുന്നവരെ എനിക്ക് തോന്നി. വൈറ്റ് കാസ്റ്റെല്ലാം പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട്. അങ്ങനെ സ്വെറ്റ് ചെയ്യുന്നില്ല, ബട്ട് ചെറുതായിട്ട് എനിക്ക് ചുണ്ടിൻ്റെ ഏരിയയിലൊക്കെ സ്വെറ്റ് ആവുന്ന പോലെ തോന്നി. ബട്ട് ഞാൻ ഒരുപാട് പെട്ട് പറയുന്നുണ്ടല്ലേ, പക്ഷേ സംഭവം നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, നമ്മൾ ഫൗണ്ടേഷനോ സ്കിൻ ടിൻ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഐബ്രോസ് ഷേപ്പ് ആണ്. എൻ്റെ ഐബ്രോസിന് അങ്ങനെ ഭയങ്കര കളർ കുറവാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു കളർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ലാക്മേയുടെ ഒരു ഐബ്രോ പെൻസിലാണ്. എനിക്ക് തോന്നുന്നു 600 സംതിങ് റേഞ്ചിലുള്ള പെൻസിലാണ്. ഇതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടായതുകൊണ്ട് തന്നെ അടിപൊളി സാധനമാണ്. ക്യാപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് എൻ്റെ പാലറ്റ് അല്ല ഗൈസ്, ഇത് എൻ്റെ അനിയത്തിയുടെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. അപ്പം സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന അല്ലാത്ത ബ്ലഷാണ്. അപ്പോൾ ഇതിനകത്ത് അത് നല്ല ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ബ്ലഷ് ചെയ്യാൻ. ഞാൻ എൻ്റെ മെയിനായിട്ട് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ബ്ലഷ് വാരി അങ്ങ് പൊത്തുകയോ ചെയ്യുന്നത്. നേരത്തെ ഞാൻ മസ്കാര ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഇടാതെ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ് ലാഷസ്. ഇത് മൈ ഗ്ലാമൻ്റെ ലിറ്റ് എന്ന് പറഞ്ഞൊരു ലിപ് ലൈനറാണ്. ഷെയ്ഡ് ഞാൻ മറന്നു പോയി. അതിനകത്ത് ഷെയ്ഡ് മാഞ്ഞു പോയി. നമ്മൾ ചെറുതായിട്ട് ഓവർലൈൻ ചെയ്യുന്നില്ല, ഈ മണ്ടയിലത്ത് ഇങ്ങനെ മല പോലിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ ചുണ്ടിൻ്റെ, അവിടെ മാത്രം ഞാൻ റൗണ്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചുണ്ടിച്ചിരി ഒരു എന്താ പറയുക വലുതായതുപോലൊക്കെ തോന്നും. എന്നിട്ട് ഇത് ഞാൻ യൂസ് ചെയ്ത് മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ നിവിയയുടെ പീച്ച് ലിപ് ബാം എന്തോ ആണ് യൂസ് ചെയ്യുന്ന. സംഭവം എനിക്കിഷ്ടം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമുക്ക് കമ്മൽ നോക്കണം ഗൈസ്. ഈ കമ്മൽ വെട്ടിക്കാത്ത ഒരുപാട് കമ്മലുണ്ട്. യൂഷ്വലി ഞാൻ എൻ്റെ നമ്മളൊരു ട്രഡീഷണൽ ലുക്കാണ് ഗൈസ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ട്രഡീഷണലായിട്ട് ജിമിക്ക മതി. അപ്പോൾ ഞാൻ എന്നും ഇടുന്ന ജിമിക്ക ഇടണോ എന്നെനിക്കൊരു തോന്നലുകൊണ്ട് തന്നെ ഞാൻ മാറ്റി കുറേ നോക്കുന്നുണ്ട്. എന്തായാലും ഒരു സാധനം എനിക്ക് കിട്ടി, സംഭവം എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. എന്തായാലും നമുക്ക് അവസാനത്തെ ഒരു ലുക്കിൻ്റെ കൂടെ ചേരുമെന്ന് നോക്കാം. ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെടുത്ത് ദൂരെ കളയാം. എന്തായാലും ഞാൻ എൻ്റെ കമ്മലൊക്കെ പക്ഷേ കമ്മൽ ഓർഗനൈസ് ചെയ്യാൻ വേറൊരു സാധനം മേടിക്കണം ഗൈസ്. ഈ പെട്ടിക്കകത്ത് അധികം നാൾ എനിക്ക് ഇടാൻ പറ്റത്തില്ല. എന്തായാലും എൻ്റെ ചെവി കുറേ നാളായിട്ട് വേദനിക്കുന്നുണ്ട്. ആ കമ്മൽ ഇടുന്ന ഭാഗത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ കയറ്റിയിടുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിക്കണ്ടേ. ഓക്കെ, നമ്മൾ കമ്മൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നു? കുഴപ്പമില്ലല്ലോ. നമുക്ക് അവസാനത്തെ ലുക്കിനനുസരിച്ച് നമുക്ക് നോക്കാം കുഴപ്പമുണ്ടോ ഇല്ലയോ. ഇനി നമുക്ക് മാലയാണ്. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്ക് ഈ സിൽവർ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള മാലകളുണ്ടല്ലോ, അല്ല അങ്ങനത്തെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു സമയത്ത് ഇത് മാത്രമേ ഉള്ളായിരുന്നു ഈ ഇങ്ങനത്തെ വെള്ളി കളറുള്ള. പക്ഷേ എനിക്ക് ഇപ്പം അങ്ങോട്ട് വെള്ളി കളറിനോട് സ്നേഹം തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു സ്കിൻ ടോണിന് ഇത്തിരി ഗോൾഡ് ഷെയ്ഡ് അല്ലെങ്കിൽ റോസ് ഗോൾഡ് ഷെയ്ഡൊക്കെ ചേരും. നമ്മൾ ഇത്രയും വലിയ കമ്മലിടുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും വലിയൊരു മാല ഇടാൻ ഒരു തോന്നലില്ല. ഭയങ്കര ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും മാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾ ഏതെങ്കിലും ഇപ്പം ഏത് ഔട്ട്ഫിറ്റിനോടാണെങ്കിലും കൊന്നി കമ്മൽ വലുതാണെങ്കിൽ മാല ചെറുതാക്കാൻ നോക്കാം. അല്ലെങ്കിൽ മാല വലുതാണെന്നുണ്ടെങ്കിൽ കമ്മൽ ഇടാതിരിക്കാനോ ഭയങ്കര ചെറുതായിട്ടുള്ള കമ്മൽ ഇടാനോ നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി കൂടി നമ്മളെ ലുക്കിനെ എലിവേറ്റ് ചെയ്യുന്ന പോലെ തോന്നും, അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു മാല കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. പക്ഷെ ഉള്ളത് വെച്ച് ഏറ്റവും ചേർന്ന് ഞാൻ ഇതാ കണ്ടത്. പക്ഷെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. എന്തായാലും നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇടുന്ന ഞാൻ കാണിക്കുന്നില്ല, ഇട്ടിട്ട് വന്നിട്ട് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സാരി. ഇത് അമ്മയുടെ സാരിയാണ്. ഓക്കെ, സംഭവം കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.
നമുക്ക് മുടി ചെയ്യണം, മുടി ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ സാരി ഇച്ചിരി വലുതാണ്, പക്ഷെ കുഴപ്പമില്ല. മുടിയൊക്കെ കുളമായിട്ടിരിക്കാം. നമുക്ക് മുടി എന്തായാലും ചെയ്യാം. ആദ്യം ഓക്കെ, ട്രഡീഷണൽ ലുക്കാണ് ഗൈസ്. ചന്ദനം ഇടാതെ പറ്റില്ല. നമ്മൾ കുറച്ചും എവിടെ കിടന്നൊരു പൊടിയുടെ ഒരു ചന്ദനം ഇത് നല്ല മണമുള്ള പൊടിയാണ്. പൊടി കലക്കി നമ്മൾ ചന്ദനം ഇട്ടിട്ടുണ്ട്. മുടി ഞാൻ സ്ട്രൈറ്റ് ചെയ്യുന്ന വീഡിയോ മിക്കവാറും എടുക്കാൻ പറ്റില്ല ഗൈസ്, കാരണം ആ ഭാഗത്ത് ലൈറ്റൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ എന്തായാലും ഞാൻ ചെയ്തിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാൻ. ഞാൻ ഏത് വെച്ചാണ് ചെയ്തതെന്ന്, എന്ത് സാധനം വെച്ചാണ് ചെയ്തതെന്താ, ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് കേളി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റി കേട്ടോ. അമ്മ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ നല്ലതായിട്ട് പറയും, കാരണം ആ സാധനം ഞാൻ ഇട്ടപ്പോൾ തറയിൽ വീണിട്ടുണ്ടായിരുന്നു. അമ്മയോട് പറഞ്ഞു കൊടുക്കില്ല, പക്ഷെ അമ്മ എന്തായാലും വീഡിയോ കാണും. ഓക്കെ, നമ്മൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലുക്ക്. സോറി ഗൈസ്, നമ്മൾ വാച്ച് മറന്നു. വാച്ചും ഇടണം, വള ഇടണം അങ്ങനെ നിർബന്ധം ഉണ്ടെന്ന് വെച്ചാൽ നിർബന്ധമില്ല, പക്ഷേ വാച്ച് വളരെ നിർബന്ധമാണ്. ഈ വാച്ചിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചാണ്. ഇത് കാഷോ വിൻറ്റേജിൻ്റെ ഒരു റോസ് ഗോൾഡ് കളറുള്ള വാച്ചാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും കിട്ടും. ചുമ്മാ കാഷോ വിൻറ്റേജിൻ്റെ റോസ് ഗോൾഡ് അടിച്ചാലും നിങ്ങൾക്ക് സാധനം കിട്ടും. ഈ ഒരു വള മതി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ, എല്ലാം കുഴപ്പമില്ലല്ലോ. ഇനി ഞാൻ പോയി ആദ്യം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ. ബൈ.